ഹലോ, അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ വയനാട് കുറുമ്പാലക്കോട്ടയുടെ അടുത്ത് പുതുതായി വന്ന ചെക്ക് ഡാമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ കുറുമ്പാലക്കോട്ട. സൂര്യോദയമൊക്കെ കാണാൻ വേണ്ടി ദിവസേന നൂറുകണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ്. അടിപൊളി സ്ഥലങ്ങളിലെ ഇതാണ്. സുന്ദരമായൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടോ, മലയുടെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. ഭയങ്കര സുന്ദരമായി. ഇത് ഇഷ്ടംപോലെ നെൽകൃഷിയൊക്കെ കാണാൻ പറ്റുന്ന ഇപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും വാഴക്കൃഷിയും ഒക്കെ ആയിട്ട് നെൽകൃഷിയൊക്കെ എടുക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്കിങ്ങനെ നെൽകൃഷി കാണാൻ പറ്റുന്നത്. അടിപൊളി സ്ഥലമാണ്. ചെക്ക് ഡാം എല്ലാ പണികളും കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ഇനിയും വരാൻ ഉണ്ടെന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെക്ക് ഡാമിൻ്റെ പണി ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയാൽ നമുക്ക് കുറുമ്പാലക്കോട്ട. നല്ലൊരു ഏരിയ ആണ്. ടൂറിസ്റ്റ് ഒക്കെ വന്ന് നമ്മുടെ പടിഞ്ഞാറത്തറ ഡാം, കർലാട്, പൂക്കോട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ റൂട്ടിനൊക്കെയാണ് ആളുകൾ വരുന്നത്. ഈ ഹൈവേയിൽ നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാലവും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. കമ്പളക്കാട് നിന്ന്, കൽപ്പറ്റയിൽ നിന്ന്, മാനന്തവാടിയിൽ നിന്ന്, പടിഞ്ഞാറത്തറ നിന്നൊക്കെ വരാൻ എളുപ്പത്തിൽ വരാനുള്ളൊരു റൂട്ടും കൂടെയാണിത്. ഇതാണ് താളിപ്പാറക്കടവ് പാലം. ഈ പാലവും ഇപ്പം പുതുതായിട്ട് വന്നൊരു പാലമാണ്. ഇതിൻ്റെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറുമ്പാലക്കോട്ടയുടെ അടുത്തൊരു ചെറുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിലും റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അല്ലേ, ഇതിങ്ങനെ പോയിട്ട് പടിഞ്ഞാറത്തറ ഒക്കെ എത്തുന്ന, എളുപ്പത്തിൽ നമുക്ക് പടിഞ്ഞാറത്തറയ്ക്ക് എത്താൻ ഈ റൂട്ടാണ് നല്ലത്. കമ്പളക്കാട് വഴി വന്നിട്ട് വയനാടിൻ്റെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പം നമ്മുടെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ബ്ലോഗ് ഒന്ന് ഉഷാറായി വരുന്നവരെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊരു ട്രയലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.